വിഭവ സമാഹരണത്തിന് പുഴകളിൽ നിന്നും മണ്ണ് ശേഖരിച്ച് അതുവഴി ധനസമാഹരണം നടത്തുക. കേരളത്തിൽ 23 വർഷത്തേക്കാൾ 21 വർഷത്തേക്കാൾ 23 വർഷത്തിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 71,000 കോടി രൂപയാണ് നികുതി കുടിശ്ശിക പിരിച്ചെടുത്തത്. മുൻ വർഷത്തേക്കാൾ 24,000 കോടി കൂടുതലാണ്. ഇപ്പോഴൊരു 14,000 കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത്. ആ കുടിശ്ശിക എന്ന് പറയുന്നത് ഇവിടെ നിലവിലില്ലാത്ത കമ്പനികൾ പിരിച്ചെടുക്കാൻ കഴിയാത്ത കുടിശ്ശികയാണ്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കുടിശ്ശിക പിരിച്ചെടുക്കുക, വികസന രംഗത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുക, ഭാവി കേരളം രൂപപ്പെടുത്തിയെടുക്കുക. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു ബൃഹത്തായ പദ്ധതിയായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 1000 കോടി രൂപ ഈ ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് 1000 കോടി രൂപ, അത് 140 മണ്ഡലങ്ങളിലെ റീബിൽഡ് കേരള പദ്ധതിക്ക് 1000 കോടി നീക്കിവച്ചു. അതുവഴി 140 മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയും. അതുകൊണ്ട് നാനാ മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾ കണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ച് ഓരോ മേഖലയിലുമുള്ള വിഷയങ്ങളെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് അവ ഓരോ മേഖലയെയും ശക്തിപ്പെടുത്താനുള്ള ഒരു ഫലപ്രദമായ ജനകീയ ബഡ്ജറ്റാണ്. ജനങ്ങളെ ദ്രോഹിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ ഈ കേരളത്തെ സമഗ്ര വികസനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കൃഷിക്കാർക്കും ജനങ്ങൾക്കുമെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഞങ്ങളിവിടെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും യോഗം ചേർന്നു. എല്ലാ വിഭാഗം ആളുകളും ആ ബഡ്ജറ്റിനെ പ്രശംസിക്കുകയും ആ ബഡ്ജറ്റിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതിവേഗം നടപ്പിൽ വരുത്തിക്കൊണ്ട് കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതീക്ഷ നടപ്പിലാക്കാൻ ആ ഗവൺമെന്റിന് കൂടുതൽ ശക്തിയും പിന്തുണയും നൽകുന്ന നിലപാടാണ് ആ യോഗം തന്നെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്രയും കാര്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. മൂന്നര കോടി മലയാളികളുടെ ജന്മനാടാണ് കേരളം. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 കോടി മലയാളികളും കേരളത്തിന് വെളിയിലാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യത്താണ്. UK-യിലും അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെയാണ്. അങ്ങനെ പോയി അവിടെയൊക്കെ പ്രവർത്തിച്ച് ജീവിത കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ ജീവിത വരുമാനമായി കണക്കാക്കിയ പണമുണ്ട്. അവർ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. ഒരു 10-30 വർഷം കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് വരികയാണ്. ആ പണം സ്വകാര്യ പണമാണ്. ഈ കേരളത്തിന്റെ വികസന മേഖലകളിൽ അവർ നിക്ഷേപിക്കുന്നതിൽ എന്താ തെറ്റ്? വിദേശ മലയാളികൾക്ക് കൂട്ടം ചേർന്ന് ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം. ആവശ്യമുള്ള സ്ഥലത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നു. എന്താ അതിന് തെറ്റ്? വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് വിദേശങ്ങളിൽ പോയി പണിയെടുക്കുന്നവരുടേതല്ലേ? ഇവിടെ കേരളത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ലോകരംഗത്തെ സമ്പന്ന പട്ടികയിലുണ്ട്. അവർ ജന്മനാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം നിക്ഷേപിക്കുന്നു. എന്തിനാ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം? ഇത് കേരളത്തിന്റെ കാലോചിതമായൊരു നിലപാടാണ്, യാന്ത്രികമായി സ്വീകരിക്കേണ്ടതല്ല. എവിടെയാണ് നമുക്ക് ജനതാൽപര്യം സംരക്ഷിക്കാൻ കടമകൾ നിർവഹിക്കേണ്ടത്? നമ്മുടെ കൈവശം പണമുണ്ടോ? നമുക്കിവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കാൻ പണമുണ്ടോ? ഉണ്ടെങ്കിൽ കടം മേടിക്കേണ്ട, നിക്ഷേപം സ്വീകരിക്കേണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് പണമില്ല. നമുക്ക് 2 കാര്യത്തിൽ കുറവുണ്ട്: ടെക്നോളജി, സാമ്പത്തികം. ഈ 2 കാര്യങ്ങളും സമാഹരിച്ചിട്ട് കേരളത്തിന്റെ വികസനം ത്വരിതപ്പെടുത്താൻ സാധിക്കൂ. അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന് നമുക്ക് ദോഷമില്ലാത്തതും നമുക്ക് ഗുണകരമായിട്ടുള്ളതുമായ നിക്ഷേപങ്ങൾ, ആ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ്? ഇപ്പോൾ തന്നെ തുടർന്നു വരുന്നൊരു രീതിയല്ലേ? ഇപ്പോൾ ഏതെല്ലാം മേഖലകളിൽ നിക്ഷേപമുണ്ട്?
ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇവിടെ വിദേശ നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? ലോകത്തിലെ തന്നെ പ്രശസ്ത ധനവാന്മാരിൽ ഒരാളാണ് അദാനി. അദാനി നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അദാനിയല്ലേ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്? ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ? ഈ നിക്ഷേപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കണമെന്നാണോ? തികച്ചും കാലോചിതമായിട്ടുള്ളതും കേരള താൽപര്യം സംരക്ഷിക്കാനുള്ളതും 3.5 കോടി മലയാളികളുടെ ജന്മനാടിനെ ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള കാലോചിതമായൊരു നിലപാടാണ് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെയുള്ള നിക്ഷേപ സ്വീകരണം.